السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹു നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. അവനിഷ്ടപ്പെടുന്ന അടിയാറുകളായി അള്ളാഹു നമ്മയും ബന്ധുമിത്രാദികളെയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വിശ്വാസിയുടെ ഓരോ നിമിഷത്തിലും അവൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവൻ്റെയും ഈ ബ്രഹ്മാണ്ടങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. അള്ളാഹുവാണ് നമ്മളെ പടച്ചത്. അവനാണ് നമുക്ക് വളരാനുള്ള രീതിയിലേക്ക് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്. നമുക്ക് ജീവിക്കാൻ പറ്റും വിധം ഈ ഭൂമിയെ പാകപ്പെടുത്തിയത്. നമുക്ക് അന്നവും വെള്ളവും ഓക്സിജനും നൽകി നമ്മെ സംരക്ഷിക്കുന്നത്. ഈ റബ്ബിനോടുള്ള ബന്ധം വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകുമ്പോൾ അവൻ ഏത് നിമിഷത്തിലും പ്രതീക്ഷയുടെ തുരുത്തിലായിരിക്കും. നിരാശ സ്വാഭാവികമാണ്. പലപ്പോഴും ആ നിരാശയെ വളരെ മനോഹരമായി അതിജയിക്കാനും പിന്നെയും പിന്നെയും പ്രതീക്ഷയിലേക്ക് എത്തിച്ചേരാനും അള്ളാഹു എന്ന സ്രഷ്ടാവിലുള്ള അടിയുറച്ച വിശ്വാസം മനുഷ്യനെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് കടുത്ത നിരാശയിലേക്കെത്തി ജീവിതം നശിപ്പിക്കുന്ന പലരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവുമായുള്ള വിശ്വാസത്തിൽ തീരെ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ പരമ്പരയായി ഏതെങ്കിലും ഒരു മതദർശനത്തിൽ ജനിച്ചു വളർന്ന് പക്ഷെ അത് അത്രമേൽ പരിഗണിക്കാത്ത ആളുകളായിരിക്കും. ആത്മഹത്യ മുസ്ലിം ലോകത്ത് വളരെ കുറവാണെന്ന് ഔദ്യോഗിക പഠനങ്ങൾ ധാരാളമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ആത്മഹത്യയുടെ കാരണമായി നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ആരോഗ്യപരമായ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റു ദുഃഖങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമാണെന്ന് തെറ്റിദ്ധരിക്കാതെ സ്വാഭാവികമാണെന്നും പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം വൈവിധ്യങ്ങളിലാണെന്നും മനസ്സിലാക്കി ഇതിനെയും സൃഷ്ടിച്ച് നമുക്ക് നൽകിയ റബ്ബിലുള്ള വിശ്വാസം ദൃഢീകരിക്കാനാണ് മുഅ്മിനായ മനുഷ്യൻ തയ്യാറാവുക. നേരെ മറിച്ച് ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ ഈ റബ്ബുമായുള്ള ബന്ധത്തിന് ശക്തി കുറഞ്ഞ ആളുകൾക്ക് എപ്പോഴും മനസ്സ് വരുന്നു. കേരളം ഇപ്പോൾ ആത്മഹത്യയുടെ ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ്. നിരന്തരമായി ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ചെറിയ മക്കൾ മുതൽ നിസ്സാരമായ കാരണത്തിന് മൊബൈലിൽ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ ആത്മഹത്യ ചെയ്ത 9 വയസ്സുകാരനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എന്താണ് ജീവിതത്തിൻ്റെ നിമ്നോന്നതികൾ അറിയില്ല. എന്തൊക്കെയാണ് ജീവിതത്തിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും മനസ്സിലാക്കാനുള്ള പക്വത എത്തിയിട്ടില്ല. നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം മടുക്കുന്നു, ഉടനെ തന്നെ ആത്മഹത്യയിലേക്ക് എത്തുന്നു. കൗമാരക്കാർ ധാരാളമായി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയുള്ളവരും ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലൊക്കെ പ്രധാന വകുപ്പുകളുടെ മേധാവികളുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. നാം മനസ്സിലാക്കുന്നത് ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ടാവില്ല. മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിൻ്റെ മേധാവിയാവും എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ഒരു കുറവുണ്ടാവില്ല. അവരുടെയൊക്കെ പേരെന്തായാലും അള്ളാഹുവുമായുള്ള ബന്ധം വളരെ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഈ വിധത്തിലേക്ക് അവർ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത്. കുഞ്ഞു കാരണങ്ങൾ. ഒരു ക്ലാസ്മേറ്റുമായി പ്രണയബന്ധത്തിലായി ഒരു പെൺകുട്ടി നമ്മുടെ ജില്ലയിൽ. അവരോട് സ്വാഭാവികമായും പിതാവ് ഗുണദോഷിച്ചു, അത് പാടില്ലെന്ന്. ആ കുട്ടി പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞതിന് മരണപ്പെടുന്നവരുണ്ട്. ടോയ്ലറ്റിൽ കയറി വാതിലടക്കുന്നു, കുറെ കഴിഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ അവർ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ആത്മഹത്യ ചെയ്തതായി മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? നമ്മൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ചില കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്.
ആ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവർ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന പല രാജ്യങ്ങളും, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഇതൊക്കെയാണ് എല്ലാ വർഷവും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സന്തോഷത്തിൻ്റെ സൂചികയിൽ അവരാണ് ഏറ്റവും മികച്ചവർ. പക്ഷെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും അവിടെയാണ്. അതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നും. സന്തോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ എങ്ങനെയാണ് കൂടുതലായി ആത്മഹത്യയിലേക്ക് എത്തുക? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. മനുഷ്യനോട് ഏകദേശം 1000 ആളുകളെ മുന്നിൽ വെച്ച് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് പൂരിപ്പിച്ചു വാങ്ങാൻ. നിങ്ങൾക്ക് സുലഭമായി മദ്യം ലഭിക്കുന്നുണ്ടോ? ഓക്കെയാണ്. ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടോ? അതും റെഡിയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ഭൗതികമായ സന്തോഷങ്ങൾ എന്ന രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ച കുറേ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് അവർ അതിൻ്റെ റാങ്ക് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സുലഭമായി ലഭിക്കുന്ന നോർവേയിൽ, സ്വീഡനിൽ, ഫിൻലാൻഡിൽ, ഡെൻമാർക്കിൽ ജനങ്ങളൊക്കെ വലിയ സന്തോഷവാന്മാരാണെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യ എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം വളരെ പ്രധാനമാണ്. അത് മദ്യം കൊണ്ട് നേടാനാകുന്നതല്ല. ഏതാനും മണിക്കൂറുകൾ മയങ്ങിക്കിടക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. മയക്കുമരുന്ന് അടിച്ചാൽ 20 മണിക്കൂർ 40 മണിക്കൂറൊക്കെ അതിൻ്റെ പ്രതിഫലനം നീണ്ടു നിൽക്കുന്ന കുറേ മയക്കുമരുന്നുകളൊക്കെ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്. അതുവരെയും മയങ്ങിക്കിടക്കുമ്പോൾ ദുഃഖം അറിയാതെ പോകും. നേരെ മറിച്ച് ഉണരുന്നതോടുകൂടെ ഇരട്ടിക്കിരട്ടിക്ക് ദുഃഖം വരും. ഇത് സ്ഥായിയായ പരിഹാരമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുന്നു. മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളുടെ ഒക്കെ 2-3 ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യാ പ്രവണതയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. മനസ്സമാധാനവും സന്തോഷവും ലഭ്യമാവാൻ എന്തൊക്കെയാണ് നമ്മൾ നേടേണ്ടത് എന്ന ബോധവും വേണം. ഇത് സത്യം പറഞ്ഞാൽ ദൈവവിശ്വാസവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു. അതേതെങ്കിലും രീതിയിലുള്ളൊരു വിശ്വാസം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ തന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ അടുത്ത കാലം വരെയും വളരെ കുറവ് ആത്മഹത്യ നമ്മുടെ ജില്ലയാവുന്ന മലപ്പുറത്താണ്. എന്തുകൊണ്ട്? ആത്മഹത്യയെക്കുറിച്ച് ഗംഭീരമായി പഠിച്ച പുസ്തകം എഴുതിയ സിബി മാത്യു അതിൻ്റെ കാരണം പറയുന്നുണ്ട്. കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട്. ഈ കുറേയൊക്കെയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് മതം പാലിക്കുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് ഒരിക്കൽ പോലും ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. ഇതിങ്ങനെ ഒരു ശീലവും സ്വഭാവമായിട്ട് മാറാണ്. അങ്ങനെയാണ് 6 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസാണ്. 6 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. വളരെ കൗതുകകരമായൊരു സംഗതി. മനസ്സിന് കുറേയൊക്കെ ശക്തി കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ്. ഞാൻ ഒരു സ്ത്രീവിരുദ്ധത പറയല്ല. മനസ്സിന് ശക്തി, ഈ പ്രയാസങ്ങളെയും വിഷമങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ഇത് കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ്. പക്ഷെ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പുരുഷന്മാരിലാണ്. ഒരു കൗതുകം തോന്നും നമുക്ക്. ശരിക്കും മാനസികമായി നല്ല സ്ട്രോങ് ഉള്ള ആളുകൾക്ക് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിയാണ് വേണ്ടത്. പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ലഭ്യമാവുകയാണ് വേണ്ടത്. അതല്ല കാണുന്നത്. ആത്മഹത്യയിലേക്ക് എത്തുന്നു. അതിൻ്റെ കാരണങ്ങളെ നമ്മൾ വിലയിരുത്തുന്നില്ല തൽക്കാലം. സിനിമ പ്രേരിപ്പിക്കുന്നത്, സീരിയലുകൾ പ്രേരിപ്പിക്കുന്നത്, മദ്യവും മയക്കുമരുന്നും ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ സിബി മാത്യു തന്നെ മദ്യവും ആത്മഹത്യയും തമ്മിലുള്ള ഗംഭീരമായ ബന്ധം ദീർഘമായി വിന്യസിക്കുന്നുണ്ട്. മതം പാലിക്കുന്നവർക്കിടയിൽ ആത്മഹത്യ കുറവാണെന്നതിന് മലപ്പുറം ഉദാഹരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ അധ്യായത്തിന് അദ്ദേഹം നൽകുന്ന പേര് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. പണ്ടേതോ ഒരു പോയത്തുകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അദ്ദേഹം പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. എന്തുകൊണ്ട്? കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ കുറവാണ്. ഏറ്റവും സമാധാനമുള്ള ജീവിതം എവിടെയാണ്? ഏറ്റവും പുതിയ കണക്കിൽ പോലും ഏറ്റവും വൃത്തിയുള്ള നഗരം, സ്ത്രീകൾക്കടക്കം ഏറ്റവും സുരക്ഷിതത്വമുള്ള നഗരം, സമാധാനത്തോടുകൂടി ആളുകൾ വസിക്കുന്ന ഇടം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദീന ഷരീഫാണ്. ഈ പുതിയ കണക്ക് പോലും, ഈ കഴിഞ്ഞ ആഴ്ച വന്ന വൃത്തിയുടെ കണക്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വന്ന് അവരുടേതായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോയിട്ടും
ലക്ഷക്കണക്കിന് എന്നുള്ളത് വെറുതെ ഒരു കൊട്ടയ്ക്ക് പറയണതല്ല. പല ദിവസങ്ങളിലും 20 ലക്ഷത്തോളം ആളുകളെത്തും, അതിലേറെയും സീസൺ സമയത്തെത്തും. എന്നിട്ട് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി മദീന നിലനിൽക്കുന്നു, സമാധാനമുള്ള നഗരമായിട്ട്, സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള നഗരമായിട്ട്. ഈ 20 ലക്ഷത്തിൽ 11 ലക്ഷമെങ്കിലും സ്ത്രീകളായിരിക്കും. എന്നിട്ടും അവരേറ്റവും സുരക്ഷിതത്വത്തോടുകൂടെ വാഴുന്നത് ഈ മദീന ഷെരീഫിലാണ്. അതാൻ്റെ റസൂലിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. യമനിൻ്റെ തലസ്ഥാനമാവുന്ന സൻആ മുതൽ എൻ്റെ ഈ മദീന വരെ ഒരു സ്ത്രീക്ക് നട്ടപ്പാതിരയ്ക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന് ഒറ്റക്ക് നടന്നു വരാൻ പറ്റുന്ന സാഹചര്യം വരും. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സന്തോഷകരമായ സാമൂഹിക ബന്ധത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത. സന്നാ മുതൽ മദീന വരെ ഒരു പെണ്ണിന് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയപ്പെടാം. കുറുക്കം വരുമോ പാമ്പ് വരുമോ എന്നുള്ളത് പേടിക്കേണ്ടി വരും. അല്ലാതെ മനുഷ്യൻ മേക്കെട്ട് കയറൂല. ബലാത്സംഗങ്ങളുടെ വാർത്തകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു നമ്മുടെ കേരളം, നമ്മുടെ അടുത്തടുത്ത പ്രദേശങ്ങളും. രണ്ടാം ജനച്ഛന്മാരൊക്കെ അവരുടെ മകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ ഭാര്യയുടെ പൂർവകാല ബന്ധത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്ന വാർത്ത വരുന്നു. ഇന്നലെ കാസർഗോഡിൽ നിന്ന് ഒരു അച്ഛൻ അറസ്റ്റിലായിട്ടുണ്ട്. 12 വയസ്സുള്ള തൻ്റെ മകളിൽ നിന്ന് പരിചയപ്പെടുത്താവുന്ന തൻ്റെ ഭാര്യയുടെ പുത്രിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയതിന്. എവിടെ സ്ത്രീ സുരക്ഷ? എന്തുകൊണ്ട് ആത്മഹത്യ കൂടി വരുന്നു? നമ്മുടെ നാട്ടിൽ കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. ആത്മീയമായ ഒരു ചിന്തയും നടത്തരുതെന്ന് നിരന്തരമായി പറയാനുള്ളവർ. അവിടെ എല്ലാ വേദികളിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ നിസ്സാരമായ കാരണങ്ങൾ വെച്ചിട്ട് തൻ്റെ ബുദ്ധിക്കുറവിൻ്റെ ന്യൂനത മനസ്സിലാക്കാതെ ദൈവത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുക. കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പോഴൊക്കെ ചില പ്രസിദ്ധരാകുന്ന ഡോക്ടർമാരൊക്കെ, ഈയിടെയൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ഡോക്ടർമാരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാഞ്ഞൂലാകുന്ന മനുഷ്യൻ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അവനെയടക്കം ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന, അവൻ MBBS-ഉം MD ഒക്കെ കഴിയാനും വലിയ മെഡിക്കൽ കോളേജുകളുടെ മേധാവികളാവാനും ഒക്കെ ബുദ്ധിവൈഭവം നൽകിയ റബ്ബിനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഊക്കിൽ കുറെ അങ്ങോട്ട് പോകുത്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഈ ആത്മീയതയിൽ നിന്ന് മനുഷ്യർ പതിയെ മാറിപ്പോകുന്നു. സമ്പൂർണമായി സംഭവിച്ചു എന്നോ ഒരു വ്യാപകമായ രീതിയിൽ ഏതെങ്കിലും മനുഷ്യരെ അല്ലെങ്കിൽ കുറെ മനുഷ്യരെ സ്വാധീനിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നൊന്നുമല്ല ഞാൻ പറയണത്. അവരുടെയൊക്കെ വ്യാപകമായ പ്രവർത്തനം തുടങ്ങി വരുമ്പോഴേക്ക് കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു. ബലാത്സംഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കൊള്ളയും കൊലയും വ്യാപകമായി കൊണ്ടേയിരിക്കുന്നു. എന്തിന് കൊല ചെയ്യാതിരിക്കണം? ഇതാണ് ജീവിതം, ഇതോടുകൂടെ തീർന്നു. ഇവിടെയുള്ള ആനന്ദങ്ങളാണ് പരമമായ ലക്ഷ്യം. ഇതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ ചിന്തയുമില്ല. ആ ചിന്തയുള്ളവർ അതിൽ നിന്ന് അടർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രവർത്തികൾ ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും എല്ലാം രേഖപ്പെടുത്തുന്നവനുമാകുന്ന റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നതോടുകൂടെ മനുഷ്യൻ സദാസമയം ധർമ്മനിഷ്ഠനാകുന്നു. സദാസമയം. മറ്റേത് ആളുകളുടെ മുമ്പിൽ നല്ലവനായി അഭിനയിക്കും. പോലീസും പട്ടാളവും നിയമവും CCTV ഒക്കെ ഉണ്ടെങ്കിൽ നല്ലവനായി തീരും. അതൊന്നും ഇല്ലാത്തൊരു സന്ദർഭത്തിലേക്ക് എത്തിയാൽ അവൻ്റെ യഥാർത്ഥ രൂപം, വിശ്വരൂപം അവന് പുറത്തെടുക്കും. അങ്ങനെ വൃത്തികെട്ടവരായി മാറിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ചൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടണില്ല. ശ്രദ്ധയിൽ നിന്ന് മാറാൻ പറ്റുന്ന ഒരു സന്ദർഭം പോലും അവൻ്റെ മുമ്പിലില്ല. കണ്ണുകളുടെ സ്വകാര്യമായ നോട്ടം മുതൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തനം വരെയും കൃത്യമായി അറിയുന്ന റബ്ബ് അവനെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. റബ്ബ് കണ്ടുകൊണ്ടേയിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വിചാരം വരുമ്പോൾ അവൻ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധനാവും, ധർമ്മനിഷ്ഠനാവും. ഈ ഒരു വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ മാറ്റാൻ വേണ്ടി നിരന്തരമായ അധ്വാനങ്ങൾ നടത്തുന്നു അധ്യാപകന്മാർ പോലും. ഇവിടെ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, ഞങ്ങളെ സ്കൂളിലേക്കൊന്ന് വരണം. എന്തേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ,
സാറിങ്ങനെ പറയാണ്, ഏഴാനാകാശത്ത് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവം, അതൊക്കെ വെറും മിത്താണ്. ഏഴാനാകാശത്ത് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവം മിത്തന്നെ. പക്ഷെ ഏഴാനാകാശമല്ല, ആകാശം എന്ന് പറയുന്ന സംഭവത്തെ പോലും ശാസ്ത്രലോകം ഇതുവരെ അംഗീകരിക്കുന്നില്ല. അത് ശാസ്ത്രത്തിന്റെ തകരാറല്ല, അവരുടെ ഗവേഷണം അങ്ങോട്ട് എത്താത്തതിന്റെ കുറവാണ്. മാറിക്കൊണ്ടേയിരിക്കും. മാറൽ ശാസ്ത്രത്തിന്റെ ഒരു ഐശ്വര്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ 5% പോലും രഹസ്യങ്ങൾ ഇതുവരെയും നമുക്ക് പഠിച്ചു തീരാനായിട്ടില്ലെന്ന് ശാസ്ത്രലോകത്ത് അതിമിടുക്കന്മാർ തന്നെ പ്രഖ്യാപിക്കുന്നു. 5% പോലും ഇതുവരെയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറം 95 ബാക്കിയുണ്ട്. ഖലീല, ശാസ്ത്രത്തിൽ നിന്ന് കുറച്ചേ ലഭ്യമായിട്ടുള്ളൂ ഖുർആൻ. വിജ്ഞാനത്തിൽ നിന്ന് കുറച്ചേ ലഭ്യമായിട്ടുള്ളൂ. ഇനിയും ഗവേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ. ഏറ്റവും പുതിയൊരു പഠനത്തിൽ നിലവിൽ ഇതുവരെയും നമ്മൾ പഠിച്ച എവല്യൂഷൻ തിയറിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന കണ്ടെത്തലുകളുണ്ട്. ഇന്നത് വിശദീകരിക്കണില്ല ഞാൻ. ഏറ്റവും പുതിയൊരു പഠനം പുറത്തിറങ്ങിയത് കഴിഞ്ഞ ആഴ്ച. ഇതുവരെയും നമ്മൾ പറഞ്ഞുണ്ടാക്കിയ കുരങ്ങിൽ നിന്ന് പോന്നുള്ള നമ്മുടെ മനുഷ്യന്റെ പരിണാമത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഏറ്റവും പുതിയ എവിഡൻസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഖലീല, ഇത്തിരിയേ ലഭ്യമായിട്ടുള്ളൂ. അപ്പൊ ഏഴാനാകാശമൊക്കെ കുറെ കഴിഞ്ഞ് കണ്ടെത്തേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ആകാശം ഒരു സ്ഥൂല വസ്തുവാണ്, ഒരു കോൺക്രീറ്റായ മാറ്ററാണ്, സങ്കല്പമല്ല. ഉപരി ലോകം എന്ന് പറയുന്ന ഒരു കലാപരമായ അവതരണമോ അല്ലെങ്കിൽ സാഹിത്യ പ്രയോഗമോ അല്ല. അതൊരു ശക്തമായ വളരെ കോൺക്രീറ്റായ ഒരു മാറ്ററാണ്, ഒരു സ്ഥൂല വസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആകാശം പൊട്ടിപ്പിളരുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഉരുകി ഒഴുകുന്നതിനെ കുറിച്ച് പറയുന്നത്. അത് എണ്ണ പോലെയായി തീരുമെന്ന് പറയുന്നത്. എണ്ണ എത്ര സ്മൂത്തായി ഒഴുകിക്കൊണ്ടിരിക്കും, അപ്രകാരം ഈ ആകാശം കത്തി ഉരുകി ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ഉരുകിക്കൊണ്ടേയിരിക്കും. അതൊരു സ്ഥൂല വസ്തുവാണ്. നമ്മുടെ വിമാനത്തിൽ കുറെ പോയി, നമ്മൾ റോക്കറ്റൊക്കെ വിട്ടു, നമ്മൾ എന്തൊക്കെയോ ചെയ്തു, നമ്മൾ ചന്ദ്രനിലെത്തി. അവിടെയൊന്നും ഈ ആകാശത്തെ കണ്ടില്ല എന്നത് ആകാശം ഇല്ല എന്നതിന് തെളിവല്ല. ഈ മഹാപ്രപഞ്ചം, ചന്ദ്രനും യുറാനസും നെപ്റ്റ്യൂണും എല്ലാം അടങ്ങുന്ന നമ്മുടെ ഈ മിൽക്കി വേ സൗരയൂഥം, ഇതുപോലെയുള്ള 20,000 കോടിയോളം സൗരയൂഥങ്ങളുണ്ട്. പേര് വേറെ വേറെ ആണെങ്കിലും, പലതിനെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും, പലതിനും നമ്മൾ പേര് വെച്ചിട്ടില്ലെങ്കിലും, ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളുടെയും ഒക്കെ അപ്പുറം പടച്ചറബ് സൃഷ്ടിച്ച, എന്തിനാണതെന്ന് ചോദിച്ചാൽ ഖുർആനും ഹദീസും വിശദീകരിച്ചു തരുന്നത് മാത്രം അംഗീകരിക്കുക. നമ്മുടെ ഗവേഷണ പരിധിയിൽ പെടുന്നതല്ല അത്. അങ്ങനെയുള്ള കുറെ പരിമിതിയുടെ പേരാണ് മനുഷ്യൻ. നകളിപ്പ് കാണിക്കരുത്. എല്ലാം എനിക്കറിയാമെന്ന് നകളിപ്പ് കാണിക്കാനേ പാടില്ല. കുറെ പരിമിതിയുടെ പേരാണ് മനുഷ്യൻ. സ്വന്തം പിതാവ് ഇന്നയാളാണെന്ന് പോലും അറിയാത്ത ശൂന്യതയുടെ പേരാണ് മനുഷ്യൻ. പറയപ്പെടുന്നു ഇങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ പിതാവാണെന്ന്. അത് തെളിയിക്കണമെങ്കിൽ ആധുനിക കാലത്ത് കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. DNA ടെസ്റ്റൊക്കെ നടത്തിയാൽ മതി. പക്ഷെ DNA ടെസ്റ്റ് നടത്തുമ്പോഴേക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ ഒന്നിച്ച് നമ്മൾ ഏറ്റെടുക്കുന്നു. അന്ധമായ കുറെ വിശ്വാസങ്ങൾ നമ്മൾ ഒന്നിച്ചേറ്റെടുക്കുന്നു. DNA ടെസ്റ്റ് നടത്തുന്ന പെൺകുട്ടിക്ക് ആ വിഷയത്തിൽ നല്ല പ്രാവീണ്യമുണ്ടെന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. ആ കുട്ടിയെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മെഷീൻ അത് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. നമ്മൾ പരിശോധിച്ചിട്ടില്ലേ? DNA ടെസ്റ്റിന്റെ ഫലം വന്ന ആ ഒരു കമ്പ്യൂട്ടർ അത് കൃത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിലെ ഓരോ ലെറ്ററും ടൈപ്പ് ചെയ്യുമ്പോൾ അതേ ലെറ്റർ തന്നെയാണ് സ്ക്രീനിൽ പതിയുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ ടെസ്റ്റ് നടത്താൻ ഉപയോഗപ്പെടുത്തുന്ന വല്ല കെമിക്കലുകളും അത് യഥാവിധി ഉള്ളതാണെന്നും അതിന് കുഴപ്പങ്ങളൊന്നുമില്ലെന്നും അന്ധമായി നമ്മൾ വിശ്വസിക്കുന്നു. സ്വന്തം പിതാവ് ആരാണെന്നത് പോലും കുറേ അന്ധവിശ്വാസങ്ങളുടെ സമാഹാരമാകുമ്പോൾ, ആകാശം ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ദൈവം എന്ന് ചോദിക്കുന്ന പൊട്ടത്തരൊന്നും ആരും പറഞ്ഞ് വിദ്യാർത്ഥികളെ പറ്റിക്കാൻ നിൽക്കരുത്. അധ്യാപകർ അവരുടെ ജോലി എടുക്കണം. വിദ്യാർത്ഥികൾ അവരുടേതായ ധർമ്മം നിർവഹിക്കണം. പല മതക്കാരും ഓരോ സദസ്സിലും ഉണ്ടാകും, ഓരോ ക്ലാസ്സിലും ഉണ്ടാകും.
അവരെല്ലാവരെയും തോൽപ്പിക്കാൻ ഞാനൊരു വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ഈ ശാസ്ത്ര രംഗത്ത് PG ഒക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലൊക്കെ അധ്യാപകനായി വന്ന ഒരാൾ തൻ്റെ മുന്നിലുള്ള 13-കാരും 12-കാരുമാവുന്ന മക്കളുടെ മുമ്പിൽ വലിയ വീരസ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു നിസ്സാരത തന്നെ ഒന്ന് ആലോചിച്ചു. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എപ്പോഴും നല്ലവനായി വളരാനും എപ്പോഴും സാമൂഹിക ബോധവും ബന്ധവും നിലനിർത്താനും കുടുംബത്തെ സ്നേഹിക്കാനും മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ഈ സാമൂഹിക ക്രമത്തിൽ കൃത്യമായ പങ്ക് വഹിക്കാനും ഈ ഒരു ദൈവവിശ്വാസം, കൃത്യമായ രീതിയിലുള്ള വിശ്വാസം മനുഷ്യന് ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ കുറിച്ച് ഗംഭീരമായി മനോഹരമായി പലയിടങ്ങളിൽ വർണ്ണിക്കുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ റബ്ബിനെ പഠിപ്പിക്കുന്ന ഒരു സൂക്തമാണ് ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തു അൽ-ബഖറയുടെ 255-ാമത്തെ വചനം. നമ്മൾ പലപ്പോഴും പാരായണം ചെയ്യുന്നതാണത്, പാരായണം ചെയ്യേണ്ടതുമാണത്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട റബ്ബിനെ കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ആ ഒരു സൂക്തത്തെ പ്രതിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ വിശേഷണങ്ങളും പറഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ദിവസങ്ങൾ വേണ്ടി വരും. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമിന് ഏറ്റവ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്ന ചില വാദങ്ങൾ നമുക്ക് കേൾക്കാനാവും. അള്ളാഹുവിൻ്റെ കലാം എന്ന രീതിയിൽ എല്ലാം ഒരുപോലെയാണ്. ഏതുപോലെ? പ്രവാചകന്മാരെ പോലെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എന്ന രീതിയിൽ എല്ലാവരെയും നമ്മൾ വിശ്വസിക്കണം, അംഗീകരിക്കണം. ഒരാളെപ്പോലും നമ്മൾ മാറ്റി നിർത്താനേ പറ്റില്ല. പേര് പറയപ്പെട്ട പ്രവാചകന്മാരെ പേരോടുകൂടെ വിശ്വസിക്കണം നമ്മൾ. അതാ കിഫായത്തുൽ അവാം പോലെയുള്ള ചെറിയ കവിതാ രൂപത്തിലുള്ള കിതാബുകളിലൊക്കെ നമ്മൾ പഠിക്കൽ നിർബന്ധമായ ഇത്തരം കാര്യങ്ങളെ കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കവിത പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേരുകൾ മൊത്തം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇടക്കിടക്ക് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് സഹസ്യരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാലിഹു ഇബ്രാഹിമു കുല്ലും മുത്തബ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പേര് നമ്മൾ അറിയേണ്ട 25 പ്രവാചകന്മാരെ ആ വിധത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതല്ലാത്ത 2 ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നുവെന്നും പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പ്രവാചകത്വ നിയോഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത്: ഏതൊരു സമൂഹത്തിലേക്കും ഒരു താക്കീതുകാരൻ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാകും, ആഫ്രിക്കയിലേക്ക് വന്നിട്ടുണ്ടാകും, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും മനുഷ്യവാസമുള്ള ഇടങ്ങളിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകും. പക്ഷെ ഇന്നയാൾ പ്രവാചകനാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കൃത്യമായ രേഖ വേണം. അങ്ങനെയുള്ള പ്രവാചകന്മാർ 25 പേരെ ആ വിധത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവരെല്ലാവരും പ്രവാചകന്മാരാണ് എന്ന രീതിയിൽ നമ്മൾ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുകയും വേണം. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് ശ്രേഷ്ഠതയുണ്ട്. അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠന്മാരാണ് മുർസലീങ്ങൾ. മുർസലീങ്ങളിൽ തന്നെ 5 പ്രധാനപ്പെട്ട ഉലുൽ അസ്മുകൾ, ദൃഢചിത്തർ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പേരുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം. അവർക്ക് ബാക്കിയുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു. തിൽക്കർ റസൂലു ഫളലനാ ബഅദുഹും അലാ ബഅദ് വമിൻഹും മൻ കല്ലമല്ലാഹ്. ആ പ്രവാചകന്മാർ ഫളലനാ ബഅദുഹും അലാ ബഅദിൻ, പ്രവാചകന്മാർ എന്ന രീതിയിൽ എല്ലാവരെയും ഒരുപോലെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ തന്നെയും അവരിൽ ചിലർ മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠവാന്മാരാകുന്നു. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞതാ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി ഖുർആനിലുണ്ട്. ഒരു പ്രവാചകന്മാരുടെയും ഇടയിൽ നമ്മൾ വ്യത്യാസം കാണിക്കൂല എന്ന്. ഇതും ഖുർആനിലെ ഈ പദവും തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ചില വിവരദോഷികളെ കാണാം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാരുടെ ഇടയിലും നമ്മൾ വിവേചനം കാണിക്കില്ല. നേരെ മറിച്ച് തിൽക്കർ റസൂൽ ഫളലനാ ബഅദുഹും അലാ ബഅദ്, ആ പ്രവാചകന്മാരിൽ ചിലരെ നാം ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ദേ കണ്ടോ വിവേചനം എന്നും പറഞ്ഞിട്ട് പോഴത്തം പറയുന്നവരുണ്ട്.
ഒരു പ്രവാചകന്മാരുടെയും ഇടയിൽ പ്രവാചകൻ എന്ന രീതിയിൽ നമ്മൾ വിവേചനം കാണിക്കില്ല. ഏതുപോലെ ജൂതന്മാർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ജാരസന്താനമാണെന്ന് പറഞ്ഞു വരുത്തി അദ്ദേഹം പ്രവാചകനാണെന്ന് അവർ ഇതുവരെയും അംഗീകരിച്ചിട്ടേയില്ല. ക്രൈസ്തവർ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രവാചകനാണെന്ന് ഇതുവരെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ച വലിയ വലിയ ക്രൈസ്തവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ആധുനിക കാലത്തും പൗരാണിക കാലത്തും. സഹാബികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെ റസൂലിനെ കാത്തുകാത്തിരുന്ന് ആ പ്രവചനങ്ങളെല്ലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൃത്യമായി പുലരുന്നത് നേരിട്ട് അനുഭവിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു സംഘമുണ്ട്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അടക്കം. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവർ കാത്തിരുന്ന പ്രവാചകന്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റസൂലിൽ മേളിച്ചത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാണ്. ബൈബിളിലാണെങ്കിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ആഴത്തിൽ പോകുന്നില്ല. ആ പ്രവാചകനെ അവർ കാത്തുകാത്തിരുന്നു. ഓരോ വിപ്ലവക്കാർ വരുമ്പോഴും അവർ ചെന്ന് നീയാണോ ആ പ്രവാചകൻ എന്ന് ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യാ നബി ദഅവത്തുമായി വരുന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ജൂത പുരോഹിതന്മാരും പണ്ഡിതന്മാരും എല്ലാവരും കൂടെ ചെന്നിട്ട് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർന്നു, അവരത് വിശ്വസിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും അത് മടങ്ങി വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ക്രിസ്തു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു എന്ന് പറയുന്ന ഒരു സമുദ്ധാരകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ചോദ്യത്തിനും അല്ല മറുത്തൊന്നും കൂടാതെ ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് പഴയ ബൈബിളിന്റെ ഭാഷ. ഒരു എതിർപ്പും കൂടാതെ ഉറപ്പിച്ചു പറഞ്ഞു ഞാനതല്ല എന്ന് സ്നാപക യോഹന്നാൻ യഹ്യാ നബി അലൈഹിസ്സലാം. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ആ പ്രവാചകനാണോ? ഏതാ ഈ ആ പ്രവാചകൻ? ക്രിസ്തുവിനേക്കാളും എലിയാവിനേക്കാളും അത്യുന്നതനാകുന്ന ഒരു മഹാപ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇത് പൊതുവെ ബൈബിളിന്റെ പ്രവചനങ്ങളെയൊക്കെ യേശുക്രിസ്തുവിലേക്ക് മുട്ടിക്കുന്ന ഒരു രീതി കാണാം. ഇതൊരു നിലക്കും യേശുക്രിസ്തുവിലേക്ക് മുട്ടിക്കാൻ കഴിയില്ല. കാര്യം നീ ക്രിസ്തു ആണോ എന്ന അതേ ചോദ്യത്തിലുണ്ട്. അല്ലാന്ന് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്. പിന്നെ ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു അല്ലാത്ത ചരിത്രത്തെ സ്വാധീനിച്ച ഒരു പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ അങ്ങനത്തെ ഒരാൾ ലോകത്ത് കടന്നു വന്നിട്ടേ ഇല്ല. ഇതാണ് ആ പ്രവാചകൻ. ഇങ്ങനെ ഒരു പ്രതീക്ഷ അവരെല്ലാവരും വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പോയ അവസാന ഘട്ടത്തിൽ പറയുന്നതായി ബൈബിളിന്റെ യോഹന്നാൻ സുവിശേഷത്തിന്റെ തന്നെ 14-16 അധ്യായത്തിലൊക്കെ ഉദ്ധരിക്കുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരില്ല, അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സ്വന്തമായൊന്നും പറയാതെ കേൾക്കുന്നത് പോലെ അവൻ ന്യായം വിധിക്കും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരില്ല. ഇനിയും എനിക്ക് പറവാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. അത്രേ നിങ്ങൾ ബുദ്ധിവികാസം പ്രാപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ദീനിന്റെ പ്രബോധനം ഇവിടെ പൂർത്തിയാകൂല. ഇനി സത്യത്തിന്റെ ആത്മാവ് വരണം, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ അവസാന ഘട്ടത്തിൽ ദഅവത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് പ്രഖ്യാപിച്ചു, ഈ ദീനിനെ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, സകല സത്യത്തിലും വഴി നടത്തിയിരിക്കുന്നു. അവൻ സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. സൂറത്തുൻ നജ്മിന്റെ 3-ാമത്തെ വാക്യത്തിൽ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് പൂർവികരാവുന്ന എല്ലാ പ്രവാചകന്മാരും സമ്മതിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രവാചകന്മാരെ പൊതുവേ നമ്മളെല്ലാവരും നബിമാരായി നിയോഗിക്കപ്പെട്ടവരെയൊക്കെ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന രീതിയിൽ. പക്ഷെ അവർക്കിടയിൽ ചിലരെ മറ്റു ചിലരെക്കാളും പടച്ച റബ്ബ് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ഇതുകൂടെ അംഗീകരിക്കണം. ഇത് വൈരുദ്ധ്യമേ അല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പറയുന്നു. തിൽക റുസുലു ഫളലനാ ബഅദുഹും അലാ ബഅദ് എന്നുള്ളത് മറ്റൊരു കാര്യത്തെ പറയുന്നു. ഒരേ കാര്യത്തെ രണ്ടു വിധം പറയുമ്പോഴാണ് വൈരുദ്ധ്യമാവുക. ഞാൻ ഇതേ സമയത്ത് ഇവിടെ നിൽക്കുന്നു എന്നും ഇതേ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞാൽ വൈരുദ്ധ്യമാകും.
നേരെ മറിച്ച് ഇതേ സമയത്ത് ഈ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു, ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുന്നു. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല. കാരണം സമയത്തിൽ വ്യത്യാസം വന്നു. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളവിടെ ഇരിക്കുന്നു, അതും വൈരുദ്ധ്യമല്ല. കാരണം ഞാനാണ് നിൽക്കുന്നത്, ഇരിക്കുന്നത് നിങ്ങളാണ്. ഞാൻ തന്നെ ഒരേ സമയത്ത് ഒരേയിടത്ത് രണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ പരിചയപ്പെടുത്തുന്നിടത്താണ് വൈരുദ്ധ്യം. ഇപ്പൊ രാത്രിയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകലാണ്, കുറച്ച് കഴിഞ്ഞാൽ രാത്രിയാവെന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ല. ഇപ്പോൾ തന്നെ രാത്രിയും പകലുമാണെന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ചാണ് ലാനുഫരിഖു ബൈന അഹദിൻ മിർ റസൂലി, അവരെല്ലാവരും പ്രവാചകന്മാരാണ്. അവരെ പ്രവാചകന്മാർ എന്ന രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ മുഅ്മിനീങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ആ പ്രവാചകന്മാരിൽ ചിലർ ചിലരേക്കാൾ ശ്രേഷ്ഠരാണ്. അതാണ് തിൽക്കർ റസൂലു ഫളലനാ ബഅദുഹും അലാ ബഅദ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൻ-നിസാഇന്റെ 82-ാമത്തെ വാക്യത്തിൽ ഇത് ദൈവികമല്ലെങ്കിൽ നിരവധിയായ വൈരുദ്ധ്യങ്ങൾ കാണുമെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കൂന്ന് ഈ സമൂഹത്തെ മൊത്തം വെല്ലുവിളിക്കുന്നുണ്ട്. ചില്ലറ സംഗതിയല്ലത്. ഒരു സ്വകാര്യ പുസ്തകമല്ല ഖുർആൻ. ലോകത്താകെ വ്യാപിച്ചൊരു മഹാഗ്രന്ഥം. ആർക്കും അത് സ്വന്തമാക്കാൻ പറ്റും. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മാത്രം കുരിശുദ്ധാനന്തരമൊക്കെ ശക്തമായ വൈജ്ഞാനിക യുദ്ധം നടത്തിയ ഓറിയന്റലിസ്റ്റുകൾ, വലിയ അറബി പ്രമുഖരുണ്ടായിരുന്നു, അവർ പ്രതിഭകളുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒരു 4 പേർക്കെങ്ങടും ഖുർആൻ മറിച്ചു വെച്ച് ഓരോ സൂക്തവും വായിച്ച് ഇത് മറ്റേതിനോട് വൈരുദ്ധ്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആർക്കെങ്കിലും ആ വിഷയത്തിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് ചില ആളുകളൊക്കെ ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ എന്ന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഇതേ പ്രകാരമൊക്കെയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, തിൽക്കർ റസൂലു ഫളലനാ ബഅദുഹും എന്നുള്ളതിനോട് ലാനുഫരിഖു ബൈന അഹദിൻ മിർ റസൂലി എന്നുള്ളത് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു നോക്കുക. ഇതെന്തിനെ കുറിച്ച് പറയുന്നു? രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്, സന്ദർഭങ്ങളാണ്. ഇതൊന്നും പരിഗണിക്കാതെ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം തെളിയിക്കണ്ടെന്ന് കരുതിയിട്ട് അവരുടെ പരിമിതി കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങളൊക്കെ അവർ പുറത്തിറക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ഇപ്രകാരം തന്നെ സൂറത്തുകളും ആയത്തുകളും അള്ളാഹുവിന്റെ വചനമാണ് എന്നതുകൊണ്ട് അവയെല്ലാം ശ്രേഷ്ഠമാണ്. പടച്ച റബ്ബിന്റെ കാലാധിവർത്തിയായ നിയമ സംവിധാനങ്ങളാണ് എന്ന രീതിയിൽ ഖുർആനിലെ ഓരോ അക്ഷരവും കൃത്യമാണ്, വളരെയേറെ പ്രസക്തമാണ്, ശ്രേഷ്ഠമാണ്. ഇതിനൊന്നും ഒരു തർക്കമില്ല. ഒരക്ഷരം പോലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടക്ക് കാണാതേക്ക് ഓതുകയാണെങ്കിൽ നമുക്കൊരു വാവിനെയും ഫാവിനെയും കുറിച്ച് ചെറിയൊരു ഡൗട്ട് വന്നാൽ ആ കൺഫ്യൂഷൻ തീർത്തിട്ട് അപ്പുറത്തെ പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. വൈലേഹി തുർജവും എന്നാണോ ഫൈലേഹി തുർജവും എന്നാണോ വെറുതെ ഒരു കൺഫ്യൂഷൻ വന്നു, ഏതെങ്കിലും ഒന്നടിച്ചിട്ടാണ് പോകാൻ പറ്റുമോ? ഹറാം, പാടില്ല. കാരണം ഖുർആനിലെ ഒരക്ഷരം അവിടെ ഉപയോഗിക്കുന്നതിന് കൃത്യമായ തീരുമാനം പടച്ച റബ്ബിനുണ്ട്. അതല്ലാത്ത മറ്റെന്തവിടെ പകരം വന്നാലും അതവിടെ സ്യൂട്ടബിൾ അല്ല. അത് സംബന്ധമായ ചില പഠനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കാം. അപ്പൊ ഖുർആനിലെ ഓരോ അക്ഷരവും ശ്രേഷ്ഠമാണ്. ഖുർആനിലെ ഒരു അക്ഷരം എന്ന് കരുതിയിട്ട് നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓരോ അക്ഷരത്തിനും പ്രതിഫലം കിട്ടും. അപ്പൊ ഖുർആൻ ദൈവികമാണ്, അള്ളാഹുവിന്റെ വചനാണ്, സർവാതിശായിയായ വേദഗ്രന്ഥമാണ്, കാലാധിവർത്തിയായ വചന സമാഹാരമാണ്. എല്ലാം റെഡിയാണ്, വളരെ മനോഹരമാണത്. എങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയും ചില അധ്യായങ്ങൾക്ക് മറ്റ് അധ്യായങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. പല കാരണങ്ങളാലാവാം. പ്രധാനമായും അതിൽ പരാമർശിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട്. ഇപ്പോ സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായം നമ്മൾ പലപ്പോഴും അത് പാരായണം ചെയ്യുന്നു. മരണപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ പാരായണം ചെയ്യുന്നു, മരണപ്പെടാൻ നിൽക്കുന്നവരോട് പാരായണം ചെയ്യുന്നു. എന്തുകൊണ്ട്? അത് ശ്രേഷ്ഠമായ അധ്യായമാണ് ഖുർആനിലെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ലികുല്ലി ഷൈഇൻ ഖൽബ്, എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രധാന ഭാഗം ഉണ്ടാകും, ഹൃദയം ഉണ്ടാകും, ഹൃദയഭാഗം ഉണ്ടാകും. നമ്മൾ പറയല്ലേ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നിന്നൊക്കെ. ഏത് വസ്തുവിനും അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഉണ്ടാകും, ഭാഗം ഉണ്ടാകും, പാർട്ടുണ്ടാകും. അറിയണേ, പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീൻ ആകുന്നു. സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്. എന്തുകൊണ്ട്? അത് വിശദീകരിച്ചാൽ നമ്മുടെ സമയം അങ്ങോട്ട് പോകും. നമ്മുടെ വിഷയം പറയാൻ കഴിയില്ല എന്നർത്ഥം, പോകുമെന്ന് പറഞ്ഞാൽ. അപ്പൊ ചില അധ്യായങ്ങൾക്ക് മറ്റധ്യായങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലും ഓരോ അധ്യായത്തിന്റെ പ്രത്യേകത പറയുന്നത് കാണാം. ഉദാഹരണമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, അൽ ഇഖ്ലാസ് സൂറത്ത് ഖുർആനിന്റെ 1/3 1/1 ശ്രേഷ്ഠത ഉണ്ട്. അപ്പൊ അത് ആത്മീയമായി കുറെ ചിന്തിക്കേണ്ടതാണ്, വൈജ്ഞാനികമായി ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിന്റെ 1/1 അള്ളാഹുവിലുള്ള വിശ്വാസം, തൗഹീദ്. 1/1 ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ഖബർ, മരണം, അനന്തര ജീവിതം, മഹ്ശർ, സ്വർഗം, നരകം, ഇതൊക്കെ ഖുർആന്റെ 1/1. മനുഷ്യന്റെ സാമൂഹികമായി ബന്ധപ്പെട്ട 1/1. പൊതുവെ ഇങ്ങനെ ഖുർആനെ നമുക്ക് 3 പാർട്ടാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് സുലുസുൽ ഖുർആൻ എന്ന് പറയാണ്. എന്തുകൊണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് മുഴുവൻ തൗഹീദ് പഠിപ്പിക്കാൻ, ഇലാഹിലുള്ള വിശ്വാസം പഠിപ്പിക്കാൻ, എങ്ങനെയാണ് ശരിയായ വിശ്വാസം എന്നതിനേക്കാൾ ശരിയല്ലാത്ത വിശ്വാസം ഏതാണെന്ന് പഠിപ്പിക്കാൻ അവതീർണമായതാണ്. അപ്പോൾ ഖുർആന്റെ 1/1 ദൈവവിശ്വാസ സംബന്ധിയാകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മുഴുവൻ അത് പരാമർശിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാം. ഈ ബന്ധം ശരിയായാലും ഇല്ലെങ്കിലും ഹബീബായ റസൂൽ ഒരു പറഞ്ഞതാണ്, സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, 1/1 ഭാഗമാണ്. 3 സുലുസ് ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്മ ഓതിയതിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ ഖത്മ ഓതാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ 3 ഖുൽഹു ഓതിയാൻ പറ്റും? അത് പറ്റൂല. അത് ഖത്മ തന്നെ ഓതണം. ഇപ്രകാരം കുറെ സൂറത്തുകളെ കുറിച്ച് ഒരു ഹദീസിൽ തന്നെ 4-5 സൂറത്തുകളെ റുബുഉൽ ഖുർആൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇദാ സുൽസില റുബുഉൽ ഖുർആനാണ് 4-1. ഇദാ ജാ നസ്റുല്ലാഹി റുബുഉൽ ഖുർആനാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ റുബുഉൽ ഖുർആനാണ്. മുഅവ്വദത്തൈനി, ഇങ്ങനെ കുറെ സൂറത്തുകളെ കുറിച്ച് റുബുഉൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. മറ്റു ചില ഹദീസുകളിൽ അൽ ബഖറയുടെയും ആലി ഇമ്രാനിന്റെയും ഒക്കെ പോരിശ പറയുന്നത് കാണാം. അൽ ബഖറ ഓതുന്നവർക്ക് ശൈത്താൻ വരൂല എന്ന് ഒരു ഹദീസ്. അൽ ബഖറയും ആലി ഇമ്രാനും അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശയുമായി എത്തുമെന്ന് സ്വഹീഹായ മറ്റൊരു ഹദീസ്. അൽ ബഖറയും ആലി ഇമ്രാനും അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശയുമായി എത്തും. മഹ്ശറിന്റെ വിഭ്രാന്തിയിൽ അത് എന്നെ പാരായണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞെത്തും. അൽ ബഖറയുടെയും ആലി ഇമ്രാനിന്റെയും ഒക്കെ പോരിശകളും പ്രത്യേകതകളും പറയുന്ന വേറെ ഹദീസുകളുണ്ട്. ഇമാം ഖുർത്തുബി സൂറത്തുൽ മുൽക്കിന്റെ ആമുഖത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ചില മനുഷ്യന്മാരെ ഖബറിലെത്തിയിട്ട് ചോദ്യത്തിന് വേണ്ടി മാലാഖമാർ വരുമത്രേ. ആ സമയത്ത് ഖബറിൽ നിന്നൊരു വിളിയാളം കേൾക്കും. പതിവ് പോലെയുള്ള ഗൗരവത്തിലുള്ള ചോദ്യമൊന്നും വേണ്ട, അവർ ചടങ്ങ് നിർവഹിച്ചു പോയാൽ മതി. കാര്യം ഇദ്ദേഹം എപ്പോഴും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നയാളായിരുന്നു. ഇദ്ദേഹം ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളായിരുന്നു. മലാക്കമാർ മുകൾ ഭാഗത്തെത്തും, ഇദ്ദേഹത്തിന്റെ ഈ തലഭാഗത്തെത്തും. നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ തന്നെ പറയുന്നതാണ്, ഞാൻ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു വന്നയാളാണ്, എന്താ കൂടുതൽ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ വെറുതെ പറയുന്നതല്ല. ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂറത്തു അൽ മുൽക്കിന്റെ, സൂറത്തു തബാറക്കയുടെ പോരിശയായി, പ്രത്യേകതയായി ഇത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ അള്ളാഹുവിന്റെ കലാമാണ്. ഓക്കെ, അതോടൊപ്പം അതിൽ ചില അധ്യായങ്ങൾക്ക് അതിൽ പരാമർശിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യവും മറ്റും പരിഗണിച്ച് ശ്രേഷ്ഠതകളുണ്ട്. ഇത് ഹദീസിന്റെ വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ വാഹകർ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന, അതിനുവേണ്ടി തന്റെ ജീവിതം മഹാത്യാഗമായി പരിവർത്തിപ്പിച്ച ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെ കുറിച്ച് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്രകാരം തന്നെയാണ് ചില ആയത്തുകളിൽ. ഈ ഖുർആനിലെ 6200 ചില്ലാനം ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാണ്? നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തമായ ഹദീസുകളിൽ ഇത് കാണാം. ഒന്നല്ല, നിരവധി ഹദീസുകളിൽ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സഹാബിവര്യന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, അയ്യോ ആയത്തും ഫി കിതാബില്ലാഹി അഅ്ളം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തം ഏതാണ്? കാല മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കണ്ട അവിടെ മഹാനുഭാവൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവും റസൂലിനും അറിയാം. ഫറദ്ദദഹാ മിറാറൻ, കുറേ പ്രാവശ്യം റസൂലുള്ളാഹി ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അസമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു നിഗമനം പറഞ്ഞു, ആയത്തുൽ കുർസിയാണ്. റസൂൽ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഉത്തരം പറയണം എന്ന് കരുതിയിട്ട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ആയത്തുൽ കുർസിയാണ്.
മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ അഭിനന്ദിക്കുന്നു. വിജ്ഞാനം താങ്കളിൽ വെച്ച് അറ്റമാകുന്നു എന്ന് പ്രശംസിക്കുന്നു. കാരണം കുറേ ചോദിച്ചിട്ട് മഹാനുഭാവനാണ് അതിന് ഉത്തരം പറയണത്. അപ്പൊ അന്വേഷണം അങ്ങയിൽ അവസാനിക്കുന്നു. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തമെന്ന അന്വേഷണം അങ്ങയിൽ അവസാനിക്കുന്നു യാ ഉബൈ. ഇത് പറഞ്ഞതിന് ശേഷം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരാണോ നിയന്ത്രിക്കുന്നത് ആ റബ്ബാണ് സത്യം. ഇന്നലഹാ ലിസാനം വശഫതൈനി തുഖദ്ദിസുൽ മലിക ഇൻദ സാക്കിൽ അർശി. ആയത്തുൽ കുർസിക്ക് 2 ചുണ്ടുകളുണ്ട്, ഒരു നാവുണ്ട്. അർശിന്റെ കാലിന് ചുവട്ടിൽ വെച്ച് ഈ ആയത്തുൽ കുർസി അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഒരു ആത്മീയ ലോകത്തെ പരാമർശമാണ്. ആലമുൽ മലക്കൂത്ത്, നമ്മുടെ ആലമുൻ നാസൂത്തോ അല്ലെങ്കിൽ സാധാരണയുള്ള ആലമിലോ ഉള്ള സംഗതി അല്ല ഇത്. നമ്മുടെ നാവിന് സംസാരിക്കാൻ വൈഭവം തന്ന റബ്ബിന് പ്രകൃതിയിലെ ഏത് വസ്തുവിനും സംസാരിക്കാനുള്ള കൂവത്ത് കൊടുക്കാം. നമ്മുടെ നാവിന് സംസാരിക്കാൻ കഴിവ് തന്നത് റബ്ബാണ്. നല്ല നാവുണ്ടാവും, ചെറുനാക്കുണ്ടാവും, വായ പൊളിച്ചു നോക്കിയാൽ ഒരു തകരാറും കാണൂല, പക്ഷെ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അങ്ങനത്തെ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് നാവില്ലേ? ഉണ്ട്. നാവിന് ചലനശേഷിയില്ലേ? ഉണ്ട്. ചെറുനാക്കില്ലേ? ഉണ്ട്. കാഴ്ചക്ക് ഒരു ഓർഗനും കുറവില്ല, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ എത്ര പേരുണ്ട്? നമ്മൾ തന്നെ നമ്മുടെ നാക്കിനെടുത്തിട്ട് മഹ്റജിലൊക്കെ മുട്ടിച്ച ശബ്ദം വരുമോ? ഇല്ല. നമ്മുടെ നാക്കിനെടുത്തിട്ട് നമ്മളിങ്ങനെ മഹ്റജിൽ മുട്ടിച്ചു, അതുകൊണ്ട് ശബ്ദം വരുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ നാക്ക് പറിച്ചെടുത്തു, എന്നിട്ട് ഈ മഹ്റജ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈ ദന്തിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഈ അടയാളൊക്കെ എടുക്കാനും ഈ ക്ലിപ്പിന് കണക്കെടുക്കാനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ. അങ്ങനത്തെ സംഭവത്തിൽ നമ്മളിങ്ങനെ ഇടിച്ചാൽ, ഈ നാവ് കൊണ്ട് ഇടിച്ചാൽ ശബ്ദം വരുമോ? നാവിൻ്റെ നടുമധ്യം അതിൻ്റെ മേലക്കടൊട്ടിച്ചാൽ ഷാന്ന് വരുമോ? ജാന്ന് വരുമോ? യാന്ന് വരുമോ? വരൂല. പിന്നെ പടച്ച റബ്ബ് സൃഷ്ടിക്കണം. അങ്ങനെ വരുമ്പോ ഈ മനുഷ്യന് സാധ്യമല്ലാത്ത, ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ലാത്ത ഈ ഒരു സ്വരവൈഭവത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന്റെ നാക്കിനെയും അവന്റെ അണ്ണാക്കിനെയും അവന്റെ ചുണ്ടുകളെയും മൊത്തത്തിൽ അവന്റെ വായയും അവന്റെ ഈ തൊണ്ടക്കുഴിയെയും ഒക്കെ തെരഞ്ഞെടുത്ത റബ്ബിന് ഏതൊരു വസ്തുവിനും ശബ്ദം സൃഷ്ടിക്കാം. അങ്ങനെ വരുമ്പോ ഏത് വസ്തുവും തസ്ബീഹ് ചൊല്ലുന്നു എന്ന വാക്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദുനിയാവിലെ ഏത് വസ്തുവും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കത് കേൾക്കാൻ സാധ്യമല്ലാത്തത് നമ്മുടെ ചെവിയുടെ തകരാറാണെന്ന് മനസ്സിലാക്കാൻ നല്ലത്. ഏത് വസ്തുവും റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം റബ്ബാണ് ആ വസ്തുവിനെ പടച്ചവൻ. ഈ പ്രപഞ്ചത്തെ ഇவ்விധം മനോഹരമായി പരസ്പര ബന്ധിതമായി സൃഷ്ടിച്ച റബ്ബിന് അതൊന്നും തീരെ അസാധ്യമേ അല്ല. നമ്മളെപ്പോലെ നാക്കുള്ള ഏത് ജീവിയും സംസാരിക്കുന്നേയില്ല. നമ്മളെപ്പോലെ എണ്ണാക്കുണ്ട്, നമ്മളെപ്പോലെ അവരുടേതായ രീതിയിൽ നാക്കുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. ചില പ്രത്യേക ശബ്ദങ്ങൾ മാത്രമേ എവിടുന്നോ പുറപ്പെടും. അതിൽ അവർക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും ഇല്ലതാനും. ആയത്തുൽ കുർസി പ്രത്യേകമായി അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആ അർശിന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ് ഈ ഒരു ആയത്തിനുള്ള പ്രത്യേകമായ സ്ഥാനം. അങ്ങനെ ചില ആയത്തുകളുണ്ട്. ഉദാഹരണമായി സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകൾ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ 4 സൂക്തങ്ങൾ രാവിലെ പാരായണം ചെയ്താൽ വൈകിട്ട് വരെ നമുക്ക് വേണ്ടി 70,000-ഓളം മാലാഖമാർ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വൈകിട്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ നേരം വെളുക്കുവോളം 70,000 മാലാഖമാർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഫലം നമ്മളൊന്ന് വേണ്ട വിധം ഉൾക്കൊള്ളണം. ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കടന്നുറങ്ങാം. ഈ മലക്കുകൾക്ക് നല്ല വർക്ക് കൊടുത്തിട്ട്, മലക്കുകൾക്ക് നല്ല പണിയെടുത്തിട്ട് നമുക്ക് കടന്നുറങ്ങാം. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 4 സൂക്തങ്ങൾ പാരായണം ചെയ്തിട്ട് നമ്മൾ കടന്നുറങ്ങുന്നു, നമ്മൾ പുസ്തകം വായിക്കുന്നു, നമ്മൾ എന്തൊക്കെ പരിപാടി ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നതുമല്ല പ്രധാനം. മലാഖമാർ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഒരു വലിയ സംഖ്യ മലാഖമാർ നമുക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും.
ഇതാണ് ഈ നന്മയുടെ ഒരു വല്ലാത്ത ഗുണം. പരിശുദ്ധ ദീനിന്റെ ഒരു മാനവികത, അതിൻ്റെ ഒരു വലിയ മനോഹാരിത. നന്മക്ക് ധാരാളമായി പ്രതിഫലം കിട്ടും. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. സൂറത്തു ആൽ-ഇംറാനിന്റെ സൂറത്തു അർ-റഹ്മാനിന്റെ 60-ാമത്തെ വചനം. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതാകുമോ എന്ന് ഖുർആൻ. അങ്ങനെ വരൂ, 10 ഇരട്ടി പ്രതിഫലം കിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഒരു നന്മയ്ക്ക്. തിന്മയാണെങ്കിലോ കൃത്യമായി അളന്നു, ഒരു ചെറിയ പോയിന്റ് വർദ്ധിക്കാതെ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുന്നില്ലെങ്കിൽ, അഫൂ ചെയ്യുന്നില്ലെങ്കിൽ, പടച്ച റബ്ബ് അതിനെ നീതിപൂർവം ശിക്ഷിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ തിന്മക്ക് വളരെ, ആ തിന്മ എത്രയുണ്ടോ അതിന് അത്രമാത്രം തിന്മയെ പ്രതിഫലമായിട്ട് കൊടുക്കുള്ളൂ. നന്മയുടെ കാര്യത്തിലോ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി. ലിക്കുല്ലി ഹസനത്തിൻ അശറു അംസാലിഹ. തോറ്റട് പോട്ടെ എന്ന് എഴുതിയിട്ടല്ല മനുഷ്യന്റെ സംവിധാനം എന്നർത്ഥം. പ്രതീക്ഷയോടുകൂടെയാണ് ജീവിക്കേണ്ടത്. ഇനി എന്നെ ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ചിട്ട് കയറെടുക്കരുത്, വിഷക്കുപ്പി തേടരുത്. പ്രണയം കൊണ്ടു നടന്നിട്ട് പെണ്ണിനെ കൊല്ലരുത് ആണുങ്ങൾ, ആണിനെ കൊല്ലരുത് പെണ്ണുങ്ങൾ. കീടനാശിനി കലക്കി കൊടുത്തിട്ട് ഇതുവരെയും തന്നെ സ്നേഹിച്ച മനുഷ്യനെ കൊന്നു കളയുന്ന രാക്ഷസികളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയാണ് മനുഷ്യന് വേണ്ടത്. ഞാൻ ഇതുവരെ ചെയ്ത നന്മക്കൊക്കെ 10 ഇരട്ടിയെങ്കിലും പ്രതിഫലം കിട്ടും. ഞാൻ ചെയ്ത തിന്മയ്ക്ക് അള്ളാഹു മാപ്പ് നൽകാതെ ശിക്ഷിക്കുകയാണെങ്കിൽ അത്രയേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഈ പ്രതീക്ഷയെ കുറിച്ച് ധാരാളം പറയണത്. 99 ആളെ കൊന്ന ബനൂ ഇസ്രായേലിനെ കുറിച്ച് റസൂലുള്ളാഹി കഥ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരാളെ സമീപിച്ചു, നല്ലൊരു ഭക്തനാണ്, നല്ലൊരു ആരാധനയൊക്കെ നടത്തുന്നയാളാണ്. എനിക്ക് പാപത്തിന് മോചനം കിട്ടുമെന്ന് ചോദിച്ചു. ഈ മനുഷ്യന് വലിയ വിജ്ഞാനിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് 99 ആളെ കൊന്നോ, നിനക്ക് എങ്ങനെ മോചനം കിട്ടാനാണ്, നിന്റെ പാപം എങ്ങനെ പരിഹരിക്കാനാണെന്ന് അദ്ദേഹത്തിന്റെ വിജ്ഞാനം വെച്ച് അയാൾ ഒരു ഫത്വ കൊടുത്ത്. എന്നപ്പോൾ ഇതൊരു ഒരു റൗണ്ടി എട്ടെന്ന് എഴുതിയിട്ട് മൂപ്പരെ കൂടെ കൊന്നു. അങ്ങനെ 100 ആളെ കൊന്നു. പിന്നീടാണ് അദ്ദേഹം പ്രായോഗിക ബുദ്ധിയുള്ള ഒരു പണ്ഡിതനെ സമീപിക്കുന്നത്. 100 ആളെ കൊന്നോട്ടോ, എനിക്ക് പാപത്തിന് മോചനം കിട്ടുമെന്ന് അന്വേഷിക്കുന്നു. ഗഫൂറായ റബ്ബിനെ കുറിച്ച് ഓർക്കുന്നു ആ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു കിട്ടും, പക്ഷെ നിന്റെ സാഹചര്യമാണ് നിന്നെ വല്ലാതെ നശിപ്പിച്ച് കളയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അവിടെ മക്കളെ ഏത് ക്യാമ്പസിൽ ചേർക്കുന്നു നമുക്ക് ബോധം വേണം. ആ സാഹചര്യമാണ് ആ മനുഷ്യനെ ഒരു പൂർണ്ണനായി വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ പുറത്തൊക്കെയുള്ള ചില പ്രത്യേകം കോളേജുകളുണ്ട്. അവിടെ ചേർന്നോ മതത്തെക്കുറിച്ച് സംശയത്തോടു കൂടിയേ പുറത്തു വരുള്ളൂ എന്നതാണ് അനുഭവ പാഠം. കാരണം മതത്തെക്കുറിച്ച് ബോധമൊന്നുമില്ലാത്ത ആളുകൾ കൂടിച്ചേരുന്നു, മതവിരുദ്ധരാകുന്ന ആളുകൾ ക്ലാസ് എടുക്കുന്നു. ഇതിങ്ങനെ 3-4 കൊല്ലമൊക്കെ കേട്ട് വരുന്നതോടുകൂടി അവന് മതത്തിൽ സംശയം വരുന്നു. അതല്ലെങ്കിൽ മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഇതിപ്പോൾ 7ാം ക്ലാസ് ആകുമ്പോഴേക്ക് SSLC വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മദ്രസ പഠനം പോലും അവസാനിപ്പിക്കുന്നതാണ് പുതിയ ട്രെൻഡ്. 7:20 വിടണം കേട്ടോ, കാരണം 7:30 സ്കൂൾ ബസ് വരും എന്ന് പറയും രക്ഷിതാക്കൾ ഉസ്താദിനോട്. വിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടി തീരെ മദ്രസയിലേക്ക് വരൂല. ഈ ഒരു വിവരം വെച്ചിട്ടാണ് വലിയ ക്യാമ്പസിൽ പോയിട്ട് ശക്തമായ സമ്മർദ്ദങ്ങളോട് പോരാടുന്നത്. പലപ്പോഴും തോറ്റുപോകും. ഈ മനുഷ്യൻ പറയുന്നു, നിന്റെ സാഹചര്യം നിന്നെ പഴപ്പിച്ചത്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം, അവിടെ ഇനി ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് പൂർണ്ണമായി ഈ തൗബയിലേക്ക് എത്താൻ പറ്റും, തഖ്വയിലേക്ക് എത്താൻ പറ്റും, നിന്റെ ജീവിതം ഒന്ന് വിശുദ്ധമാക്കാൻ പറ്റും. കുറ്റബോധത്തോടുകൂടെ അയാൾ യാത്ര തിരിച്ചു, വഴിക്ക് വെച്ചിട്ട് മരണപ്പെട്ടു. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അദാബിന്റെ മാലാഖമാർ പ്രത്യക്ഷരായി ഈ മനുഷ്യന്റെ ആത്മാവ് കൊണ്ടുപോകാൻ. തത്സമയത്ത് കാരുണ്യത്തിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാലാഖമാരും വന്നു. അവർ തമ്മിൽ തർക്കായി. 100 പേരെ കൊന്ന ഈ മനുഷ്യന് തൗബയോ എന്നും പറഞ്ഞിട്ട് അദാബിന്റെ മാലാഖമാർ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം 100 ആളെ കൊന്നിട്ടുണ്ട്. പക്ഷെ കുറ്റബോധത്തോടുകൂടെ നന്മയിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും യാത്ര തിരിച്ചയാളാണ്. അദ്ദേഹത്തിന് തൗബയുണ്ടാകുമെന്ന് അവരും പറയുന്നു. മറ്റൊരു മലക്ക് വന്നു എന്നാണ് അവർക്കിടയിൽ ഒരു തീരുമാനം പറയാൻ. ആ മലക്ക് പറഞ്ഞ തീരുമാനം, ഇദ്ദേഹം നന്മയുടെ നാടിനോടാണോ അടുത്ത് അതോ തിന്മയുടെ നാടിനോടാണോ അടുപ്പം എന്ന് നോക്കണം. അയാൾ പുറപ്പെട്ടു വന്ന നാടിനോടാണോ അടുപ്പം ഈ മരിച്ച സ്ഥലത്ത് നിന്ന്, അതോ അദ്ദേഹം എത്തിച്ചേരാനുള്ള നാടിനോടാണോ അടുപ്പം എന്നത് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് അവരളന്നു നോക്കുന്നു. 2 വിധം കാണാം. ഒരു ചാൺ അടുപ്പം നന്മയുടെ നാടിനോടായിരുന്നു, ഒരു മുഴം അടുപ്പം നന്മയുടെ നാടിനോടായിരുന്നു. അങ്ങനെ അവർ തീരുമാനം നടപ്പിലാക്കുന്നു. നന്മയുടെ നാടിനോട് ഒരു ചാണ ഒരു മുഴക്ക് അടുപ്പുള്ളതിനാൽ ആ മനുഷ്യനെ കാരുണ്യത്തിന്റെ മാലാഖമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു.
ഈ ഗഫാറായ റബ്ബാണ് നമ്മുടെ പ്രതീക്ഷ. ഈ റബ്ബിനെ വിശ്വസിക്കുന്നവന് ജീവിതത്തിൽ ഒരു നിലക്കും തോറ്റുകൊണ്ട കാര്യമില്ല. തിന്മ ചെയ്ത് ജീവിച്ച ആളാന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് നന്നാകാനൊന്നും പറ്റൂല, അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതുന്നത് മഹാവിഡ്ഢിത്തമാണെന്നർത്ഥം, ബുദ്ധിശൂന്യതയാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. തെറ്റ് ചെയ്തവർക്ക് അള്ളാഹു നീതി നടപ്പിലാക്കിയിട്ട് അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ശിക്ഷയെ കൊടുക്കുള്ളൂ. നേരെ മറിച്ച് നന്മ ചെയ്തുന്ന ആളുകൾക്കോ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് കണക്കില്ലാതെ പൊങ്ങിപ്പോകും. അപ്പൊ നമ്മൾ ഓരോ അക്ഷരം പാരായണം ചെയ്യുന്നതിന് പ്രത്യേകത ഉണ്ട്. ഈ സൂറത്തിന് അള്ളാഹു അത്രക്കാണ് പ്രത്യേകത കൊടുത്തു, അൽ-ബഖറ സൂറത്തിന്. അങ്ങനെയാണത് ശുപാർശയ്ക്ക് വരുന്നത്. ഈ സൂറത്തിലെയും ഖുർആനിലെയും ഏറ്റവും ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ വചനം ഈ അൽ-ബഖറയുടെ ആയത്തുൽ കുർസി. അതിന് അള്ളാഹു ഇவ்விധത്തിലുള്ള കുറേ ശ്രേഷ്ഠതകൾ കൊടുത്തു. കുറേ ഹദീസുകളുണ്ട്, ഓരോന്ന് വായിച്ച് പറയുമ്പോഴേക്ക് സമയം കുറെ എടുക്കും. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നിടത്ത് ശൈത്താന്റെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ വീടിന്റെ പലയിടങ്ങളിൽ 4 മൂലയിലും മെയിൻ എൻട്രൻസിലൊക്കെ ആയത്തുൽ കുർസി ഓതുക, ഒരു ശൈത്താനും വരൂല. ചില ആളുകളൊക്കെ ഉണ്ട് ശൈത്താൻ ശല്യാന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ജ്യോതിഷിന്റെ അടുത്തൊക്കെ പോയിട്ട് കരിങ്കുപ്പിയിൽ അയാൾ കൊടുക്കണ എന്തൊക്കെയോ വൃത്തികെട്ട സാധനങ്ങൾ ചുറ്റിയിട്ട് 4 മൂലയിലും മെയിൻ എൻട്രൻസിലൊക്കെ കുഴിച്ചിടുന്ന ആളുകൾ. മഹാബദ്ധം, പോഴത്തം പാടില്ല. പിന്നെന്ത് വേണം? പറ്റുമെങ്കിൽ 4 മൂലയ്ക്കും കയറിയിട്ട് ആയത്തുൽ കുർസി ഓത്, വാങ്ങൊടുത്തോണ്ടിരിക്കുക. വാങ്ങൊടുക്കുമ്പോ ശൈത്താൻ ചില പ്രത്യേകമായ ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആ ശൈത്താൻ ഇങ്ങനെ എന്താണ് പറയാ, അധോവായു പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ബേജാറുണ്ട്. അങ്ങനെ ശൈത്താൻ ഓടി രക്ഷപ്പെടും, പരമാവധി വാങ്ക് കേൾക്കാത്തടത്തേക്ക് ഓടും എന്ന് ഹദീസിലുണ്ട്. വാങ്കൊടുക്ക് വീട്ടിൽ അൽ-ബഖറ പാരായണം ചെയ്യൂ, ശൈത്താൻ ആ വഴിക്ക് വരില്ലെന്ന് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ സീറ് പോലത്തെ സംഗതികളൊക്കെ വർക്കബിളാകുന്നത് ശൈത്താനെ പ്രീണിപ്പിച്ചിട്ടാണ്. അപ്പൊ ശൈത്താന്റെ ശല്യങ്ങളിൽ നിന്ന് മാറാൻ അൽ-ബഖറ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നുണ്ട്. ഈ അൽ-ബഖറയെ അതിജയിക്കാൻ ഒരു ബത്വലത്തിനും സാധ്യമല്ല, ബാത്തലിന്റെ ഒരാൾക്കും സാധ്യമല്ല. അൽ-ബഖറനെ തോൽപ്പിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാഹിറിനും സാധ്യമല്ല. നബി ആ പദത്തിന് അർത്ഥം കൊടുക്കുന്നത് സാഹിർ എന്നാണ്. ഒരു സിഹറുകാരനും സാധ്യമല്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ യാത്ര കഴിയുവോളം അള്ളാഹുവിന്റെ കാവലിലായിരിക്കുമെന്ന് ഹദീസുണ്ട്. മക്കള് മദ്രസക്ക് ഇറങ്ങുമ്പോൾ ഓതിപ്പിക്കണം, മക്കള് സ്കൂളിലേക്ക് പോകുമ്പോൾ ഓതിപ്പിക്കണം, ഗൾഫിലേക്ക് യാത്ര പോകുമ്പോൾ ഓതിപ്പിക്കണം. കാര്യം തീരെ ഗുണകരമല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുള്ള ഭീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ വല്ലാതെ വിഷമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവീകമായ കാവൽ വേണം, മലക്കുകളുടെ കാവൽ വേണം. പുറത്തിറങ്ങി ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ അവന് മടങ്ങി വരുവോളം കാവല് കിട്ടുമെന്ന് പ്രത്യേകമായി ഹദീസിൽ കാണാം. കടം വീടാൻ ആയത്തുൽ കുർസി ഓതുന്നതിനെ പറ്റി നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. കാര്യങ്ങൾ നേടാതിരിക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ അത് ലഭ്യമാവുന്നതിനെ കുറിച്ച് കാണാം. ഞാൻ പറഞ്ഞല്ലോ കുറേ ഹദീസുകളുണ്ട് സംബന്ധമായി. ഈ ആയത്തുൽ കുർസിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ജലാലൈനിയുടെ തഫ്സീർ ജലാലൈനിയുടെ ഹാഷ്യ ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഭാഗത്ത് കുറേ ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. സയ്യിദുൽ കലാം അൽ ഖുർആൻ വ സയ്യിദുൽ ഖുർആൻ അൽ ബഖറ വ സയ്യിദുൽ ബഖറ ആയത്തുൽ കുർസി. കലാമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നേതാവായിട്ടുള്ളത് ഖുർആനാണ്. ഖുർആനിൽ ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയാണ് എന്നൊരു ഹദീസ് കാണാം. പിന്നെ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ വമിൻഹാ മാ ഖുരിഅത് ഫീ ദാരിൻ ഇല്ലാ ഹജറത്ത് ഹശയാത്തീൻ സലാസീന യൗമൻ. ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ ആ വീടിന് 30 ദിവസം ശൈത്താൻ വിട്ടു നിൽക്കും, ഓടിപ്പോകും അവിടുന്ന്, ഹിജറ പോകുന്ന പറയുന്നത്. വലാ യദ്ഖുലുഹാ സാഹിറുൻ വലാ സാഹിറത്തുൻ 40 ലൈലത്തൻ. ഒരു സാഹിറിന്റെ പ്രവർത്തനവും
ഒരു സാഹിറത്ത്, ജ്യോതിഷി അല്ലെങ്കിൽ സിഹറുകാരി പെണ്ണ്, കൂടോത്രപ്പെണ്ണ്, അവളുടെ പ്രയോഗവും അവളുടെ കൂടോത്രവും ഒന്നും ആ വീടിനെയും വീട്ടുകാരെയും ബാധിക്കില്ലെന്ന് ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞാൽ തന്നെയും നമുക്ക് ദീർഘമായി സംസാരിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അക്ഷരത്തിനും നിരവധിയായ പുണ്യമുള്ള, നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കേണ്ട, രോഗം വരുമ്പോൾ ഓതണ്ട, നമ്മുടെ മക്കൾക്കൊക്കെ രോഗം വന്നാൽ ഊതിക്കൊടുക്കേണ്ട, ഇതൊക്കെ സഹിയായ ഹദീസുകളാണ്. അങ്ങനെ കുറേ പ്രത്യേകമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഉദാഹരണം. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് സൂറത്തു ഷിഫാ എന്ന് പ്രയോഗമുണ്ട്. എന്താ സംഗതി? അത് ശമനത്തിന്റെ ഒരു സൂറത്താണ്, രോഗശമനത്തിന്റെ സൂറത്താണ്. എങ്ങനെ രോഗശമനം സഹാബാക്കിറാം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷമേറ്റ, പ്രത്യേകം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പാമ്പ് വിഷത്തെ കുറിച്ചൊക്കെ. എല്ലാ ഇടങ്ങളിലും പാമ്പുണ്ടാകും. ഷൂവും ചെരുപ്പൊക്കെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ചെടിച്ചട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പാമ്പുകൾ. ഈ വർഷം ധാരാളമാണെന്നാണ്. പാമ്പുകടി മരണങ്ങൾ കൂടുതലായി ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്ക്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആയത്തുൽ കുർസി ഓതി, അതിനൊക്കെ കാവലുണ്ടാകും. ആയത്തുൽ കുർസി ഓതിയാൽ അതിനൊക്കെയും കാവലുണ്ടാകും. അപ്പൊ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ട് മരിക്കാൻ കിടക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിച്ചു ഓതുന്നവരുണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. വാൽമിൻകും മിൻ റാഖ്. ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസിൽ അങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിച്ചു ഊതണ ആരെങ്കിലും ഉണ്ടോന്ന് സാബിവര്യന്മാർ ചെല്ലുന്നു, ഫാത്തിഹ ഓതിയിട്ട് ഊതുന്നു. ആ ഗോത്രത്തലവന്റെ വിഷമിറങ്ങിയിട്ട് അദ്ദേഹം പൂർണ്ണമായി ആശ്വാസത്തിലാകുന്നു. ആ ഗോത്രക്കാര് 30 ആടിനെ ഈ സഹാബിവര്യന്മാർക്ക് ഹദിയ കൊടുക്കണം ഇതിന്റെ ഒരു സന്തോഷത്തിന്. പിന്നീടുള്ള യാത്രയിൽ അവർക്കിടയിൽ ഒരു തർക്കം വന്നു. ഊതാൻ പറ്റുമോ എന്നുള്ളതല്ല, 30 ആടിനൊക്കെ പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? ആ ചർച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. അവിടുന്ന് അതിന് തീരുമാനം പറയുന്ന ഒരു തമാശ രൂപത്തിൽ, ആ ആടിനെ പാചകം ചെയ്യുമ്പോൾ എനിക്കൊരു വിഹിതം തരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പറ്റണ ചെറുതൊക്കെ ഉണ്ട്, റസൂൽ വേണ്ട എന്ന് പറയും. ഇപ്പൊ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവന്നപ്പോൾ റസൂൽ വേണ്ട എന്ന് പറഞ്ഞു. കടക്കാരന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ നിസ്കരിക്കണില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. സംഗതി അലലാണ്. പക്ഷേ ഈ ശ്രേഷ്ഠരാകുന്ന ആളുകൾക്കൊന്നും അത്ര പറ്റില്ല. അങ്ങനത്തെ ചില സംഗതി ഉണ്ട്. ഇത് അതുപോലുമല്ല എന്നാണ് തെളിയിക്കാനാണ് മുത്തറസൂൽ പറയണത്. പാചകം നടത്തുമ്പോ ഇത്തിരി എനിക്കും തരണം. അപ്പൊ ഇങ്ങനെ കുറെ ശ്രേഷ്ഠതകളുള്ള ഖുർആനിലെ വചനങ്ങളുണ്ട്. ഖുർആൻ മൊത്തത്തിൽ തന്നെ ഷിഫയാണെന്ന് സൂറത്തുൽ ഇസ്രായിന്റെ 82-ാമത്തെ വാക്യത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. ഖുർആൻ ഷിഫയാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. ഖുർത്തുബിയെ പോലുള്ള ആളുകൾ എങ്ങനെ ഖുർആൻ ഷിഫയാണിത് എന്നുള്ളത് പറയുന്നുണ്ട്. മാനസിക രോഗങ്ങൾക്ക് എന്തായാലും ഖുർആൻ ഷിഫയാണ്. അള്ളാഹുവിന്റെ വചനം പാരായണം ചെയ്താൽ തന്നെ രോഗത്തിന് ശമനം കിട്ടും. മന്ത്രിച്ചൂതിയാൽ എന്തായാലും കിട്ടും. ഖുർആനെ കുറിച്ച് പഠിച്ചാൽ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ പോകും, വിഷമങ്ങളില്ലാണ്ടാവും. അങ്ങനെ ഒരു ശമനമുണ്ട്. അത് മാത്രമല്ല, നല്ല പ്ലേറ്റിൽ ഖുർആൻ എഴുതിയിട്ടത് കലക്കി കുടിക്കുന്നതിനെ കുറിച്ച് പൂർവ്വ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാകുന്ന ഇമാം തുബരിയും ഖുർത്തുബിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് അതിന്റെ ദാർശനിക ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ആയത്തുൽ കുർസിയിൽ പ്രധാനമായും പറയുന്നത് ദൈവവിശ്വാസമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം എത്രമേൽ ശ്രേഷ്ഠമാണെന്നും അതല്ലാത്ത ദൈവവിശ്വാസങ്ങൾക്ക് എന്തൊക്കെ പരിമിതികൾ ഉണ്ടെന്നും ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കണം. ഇന്ന് നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഈ ആമുഖ കാര്യങ്ങളിൽ നമുക്ക് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പ്രത്യേകമായി ഒന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലെങ്കിൽ ഈ ആയത്തുൽ കുർസിയുടെ ദാർശനിക ഭാഗങ്ങളും അതിൻ്റെ അർത്ഥവും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പടച്ച റബ്ബ് കബൂലാക്കട്ടെ. ഇങ്ങോട്ടെത്തിയ നമുക്കെല്ലാവർക്കും അള്ളാഹു അവൻ്റെ മഹള് ഫളല് കൊണ്ട് പാപങ്ങളൊക്കെ പുറത്ത് വിശുദ്ധരായി ജീവിക്കാനും നല്ലവരായി മരണപ്പെട്ട് നല്ല പൂർവികരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ. ഇങ്ങോട്ടെടുത്തു വെച്ച ഓരോ പോയിന്റിലും അള്ളാഹു നമ്മുടെയൊക്കെ ദറജ ഉയർത്തി തരട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും ഈ സമൂഹത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.